Chinese hospitals are being overwhelmed with what's being called a mysterious viral outbreak, and it's drawing comparisons to the early days of the COVID-19 pandemic. The CDC is now actively monitoring reports from overseas. 2025 ജനുവരിയുടെ തുടക്കത്തിലുണ്ടായ HMPV വൈറസ് അതീവ തീവ്ര വൈറസ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ അതിതീവ്ര വൈറസ് മൂലം ലോകത്ത് മറ്റൊരു അടച്ചിടൽ കൂടി ഉണ്ടാകുമെന്ന് വരെ പ്രഖ്യാപനങ്ങളുണ്ടായി. Following this, several social media posts suggest that HMPV disease is spreading quickly and mostly affecting children and the elderly, overwhelming hospitals and crematoriums. It's a bit like COVID-19 outbreak. While China's health authorities have not mentioned HMPV as an epidemic, the country in December 2024 revealed that they were going to set up a protocol to handle unknown pathogens. Nearly 5 years after the COVID-19 outbreak, China may now have a mystery virus on the prowl. According to reports, China has been battling an outbreak of human metapneumovirus or HMPV. What is known about it? How dangerous? ചൈന ഒരു വിപത്തിലാണെന്നും HMPV തീവ്ര വൈറസ് ആണെന്നും ഭീതി ഉണ്ടാക്കി. ജനങ്ങളിലേക്ക് ആ ഭീതി പടർന്നു പിടിക്കാൻ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സാധിച്ചു മാധ്യമങ്ങൾക്ക്. എന്നാൽ അതിനിടയിൽ ചൈനയിൽ നിന്നും അവരുടെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതായി ഉണ്ടായി ചൈനയിലുള്ളത് ഒരു പകർച്ചവ്യാധി മാത്രമാണെന്ന്, തീവ്ര വൈറസ് ഒന്നുമല്ല എന്നുള്ളത്. പിന്നീട് അവിടെയുള്ള വിദേശ വ്ളോഗർമാരും കൂടാതെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വ്ളോഗർമാരൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇവിടെ അങ്ങനെ ഒരു വൈറസ് ഇല്ല എന്നും അങ്ങനെ പടർന്നു പിടിക്കുന്നില്ല എന്നും ഇവിടെയുള്ള ജീവിതം സാധാരണഗതിയിലാണെന്നുമുള്ള വാർത്തകൾ അവർ പുറത്തുവിടാൻ തുടങ്ങി. ക്രമേണ 1-2-3 ദിവസം കൊണ്ട് തന്നെ ന്യൂസ് ചാനലുകളും റിപ്പോർട്ടുകളും എല്ലാം തന്നെ നിർത്തി തുടങ്ങി. കൂടാതെ വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാതെയായി. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിനിടയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.